നടൻ വിനായകന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ 2025 ഇദ്ദേഹം ആദ്യമായി കൊലത്തൂക്ക് നടന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നടാവുകയെ ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിന് വല്ല ഉറപ്പുണ്ടോ? അടിച്ച് പൂക്കുറ്റി ആയിട്ട് ഒരു ഫ്ലാറ്റിൽ നിന്നിട്ട് അപ്പുറത്തെ ഫ്ലാറ്റുകാരെ തെറി വിളിക്കുന്നു. അതുമാത്രമല്ല നഗ്നത പ്രദർശനവും. എന്താണ് എൻ്റെ പൊന്ന് വിനയൻ ചേട്ടാ നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ നല്ലൊരു നടനാണ്, നല്ലപോലെ അഭിനയിക്കുന്ന ഒരു നടനാണ്. ജയിലറിലൊക്കെ നിങ്ങൾ അഭിനയിച്ചത് കണ്ടു കഴിഞ്ഞ്, അതോടൊപ്പം കമ്മട്ടിപ്പാടം നിങ്ങൾ അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, നമുക്കൊക്കെ അങ്ങോട്ടങ്ങ് പുളകമണിയും. അതുപോലത്തെ ഒരു ആക്ടറാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ തന്നെ എന്തിനാണ് സ്വയം വില കളയുന്നത്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ട് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണിത്. നിങ്ങൾ എന്തിനാണ് സ്വയം വില കളയുന്നത്? അവിടെ കിടന്ന് തെറി വിളിക്കുക, മറ്റൊരുത്തൻ ആ വീഡിയോ എടുത്തിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക, നിങ്ങൾ അവിടെ നിന്ന് മുണ്ട് പറിച്ച് മറ്റുള്ളവരെ കാട്ടുക. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ തെറിയാണ് വിളിക്കുന്നത്? അവരുടെ അമ്മയൊക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ തെറി വിളിക്കുന്നത്? മോശമല്ലേ പൊന്നു സാറേ, മോശമല്ലേ പൊന്നു സാറേ? മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് പോലെ പൊന്നു സാറേ നിങ്ങൾക്ക് മോശമല്ലേ എന്ന് ഞാൻ ചോദിക്കുക അങ്ങോട്ട്. എന്തായാലും വിനായകൻ സാർ കാട്ടിയ ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഞാൻ ചെറുതായിട്ടൊന്ന് ഞാൻ ബ്ലർ ചെയ്തേ വെക്കത്തുള്ളൂ കേട്ടോ. വല്ല മൊത്തം കാണാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല കേട്ടോ. ബ്ലർ ചെയ്ത് വെക്കാം. ഇവിടെ നിന്ന് പുള്ളിക്കാരൻ ഭയങ്കര തെറിവിളിയാണ്. അവരുടെ അമ്മയൊക്കെയാണ് വിളിക്കുന്നത്. പന്നി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അവിടെ കിടക്കുന്നു മറിഞ്ഞടിച്ച് കിടന്നെടുത്തും അവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരൻ തെറിവിളിയാണ്. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് നഗ്നത പ്രദർശനവും അത് കഴിഞ്ഞൊരു കൊലത്തൂക്ക് കാണിക്കലും ഒക്കെയാണ് പുള്ളിക്കാരൻ അവിടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ പുള്ളിക്കാരൻ ഹൈദരാബാദിൽ എയർപോർട്ടിൻ്റെ അകത്ത് പുള്ളിക്കാരൻ പോയിരുന്ന് അവിടെയും വെള്ളം അടിച്ച് കുത്തിയിരുന്നിട്ട് അന്നും ഈ പുള്ളിക്കാരനെതിരെ കേസെടുത്തതാണ്. ആ ന്യൂസ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. You are a police? సాయంత్రం 6 గంటల సమయంలో సిఐఎస్ఎఫ్ ఇన్స్పెక్టర్ నాకు కంప్లైంట్ ఇవ్వడం జరిగింది. వాళ్ళు ఏంటంటే ఈ ఇండిగో 4:30కు వచ్చిన కొచ్చి నుంచి హైదరాబాద్ వచ్చిన ఇండిగో ఫ్లైట్లో ఈ వినాయకన్ అనే వ్యక్తి వచ్చిందో ఆయన అక్కడి నుంచి ట్రాన్సిట్లో గోవా వెళ్ళాలి. దానికి సంబంధించి అదే టైంలో అతను కొద్దిగా ఇంటాక్సికేషన్ దాంట్లో അന്ന് ഈ പുള്ളിക്കാരൻ ഇതേപോലത്തെ പരിപാടി കാണിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പിന്നെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അന്നും ഇതുപോലെ അവിടെ പോയിരുന്നു പോലീസുകാരെയൊക്കെ തെറി വിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയതിനെ തുടർന്ന് പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോഴായിരുന്നു അന്ന് ആ ഒരു സംഭവം നടന്നത്. എന്തുമായാലും ഈ വിനായകന് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് അറിയത്തില്ല. ഇനി ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേന് വിനായകൻ്റെ കുറേ ഫാൻസ് ഒക്കെ വന്നിട്ട് നമ്മളെയും തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. കാരണം വിനായകൻ എന്ത് കാട്ടിയാലും അവർക്കൊക്കെ അങ്ങ് എന്തോ നല്ലതാണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വിനായകൻ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു അയൽവക്കക്കാരനെ മുണ്ടുപൊക്കി കാണിക്കുക, അത് കഴിഞ്ഞിട്ട് അവനോട് ഈ ഒരു തെറ്റവർത്തമാനം പറയുക, ഇതൊക്കെ നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ലൊരു നടനാണ്, സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകേണ്ട ഒരു വ്യക്തിയാണ്. ഈ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ സമൂഹം ചോദ്യം ചെയ്യും. ഇന്നലെ തന്നെ പുള്ളിക്കാരനെതിരെ നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ എന്തിനാണ് ഇങ്ങനെ വളർത്തുന്നതെന്നാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ അകത്ത് എടുത്തു പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. സിനിമയിൽ ഉപയോഗിക്കുന്ന മദ്യവും മയക്കുമരുന്നും. ഇതിനെക്കുറിച്ച് എങ്ങും ഒരു പ്രതിവാദം പോലും ഉണ്ടായിട്ടില്ല. ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നടന്മാരെല്ലാം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതും ഒക്കെ ഈ ഒരു സംഭവമായിട്ടാണ്. പക്ഷേ അവിടെ പീഡനങ്ങൾ മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്ത് കൊണ്ടുവന്നത്. ഈ മദ്യവും മയക്കുമരുന്നും ഒന്നും മുമ്പോട്ട് കൊണ്ടുവന്നില്ല. മുമ്പോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുള്ളവരെയൊക്കെ ഒരു താക്കീത് എന്ന നിലയിൽ ചെയ്യണം. ഇവരെന്താണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? പൊതുസമൂഹത്തിൽ, അതും പോട്ട് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ കുഴപ്പമില്ല, പബ്ലിക്കിൽ വന്ന് പബ്ലിക്കിനെ തെറി വിളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ മറ്റുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കണോ? ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേന് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര പേരാ കമൻ്റ് ഇട്ട് തള്ളുന്നത്. പുള്ളി ഏതാണ്ട് നല്ല ജോലി ചെയ്ത പോലെ ആൾക്കാർ വന്നിട്ട് കമൻ്റ് ഇട്ട് തള്ളുന്നത്. വളരെ മോശം പരിപാടി തന്നെ കാണിച്ചത്. തൊട്ടയലൊക്കത്തെ അയൽക്കാരനെ തെറി വിളിക്കുക, അവനെ നഗ്നത കാണിക്കുക, ഇതൊക്കെ നല്ല പ്രവൃത്തിയാണോ? ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യാൻ നല്ല നടനാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ
ഈ കയ്യിലിരിപ്പ് കൂടെ ഒന്ന് ശരിയാക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.